ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പീസ് കുക്ക് ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എഗ് മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെയാണ് എഗ് മഞ്ചൂരിയൻ തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ അതിലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോസ് കാണാനും പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് 3 ടേബിൾ സ്പൂൺ മൈദയാണ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് 1/4 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇത് ചേർക്കാവുന്നതാണ്. ഉപ്പ് അതുപോലെ തന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിനി ഇതൊരു തിക്ക് ബാറ്ററായിട്ട് മാറ്റിയെടുക്കണം. വെള്ളം ഒരുപാട് ഒരുമിച്ച് ഒഴിക്കരുത്, കാരണം അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ നല്ലോണം ലൂസായിട്ട് പോവും. അത്രയ്ക്ക് ലൂസാവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് ഇതൊരു ബാറ്ററാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളത് സെറ്റാക്കി എടുക്കുക. ഇനി നമ്മളിതിലേക്ക് പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പുഴുങ്ങിയ 5 മുട്ട ഇതുപോലെ 4 പീസസ് ആക്കി ഓരോ മുട്ടയും മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഓരോന്നായിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ അത് കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്തെടുക്കുമ്പോൾ മുട്ടയുടെ യെല്ലോ പോർഷൻ അതിൽ മിക്സായി പൊടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളത് ഓരോന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സൺഫ്ലവർ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ, അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ മുട്ടയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊക്കെ എണ്ണ അതിൽ നല്ലോണം കയറും. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. മുട്ട നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പുറത്തുള്ള കോട്ടിങ്ങൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്കിതുപോലെ അത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ വൈറ്റ്സും 1 മീഡിയം സൈസ് സവോള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ് അതുകൂടെ നമുക്കിതിലിട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ സെലറി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 1 പച്ചമുളക് ചെറുതായി ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചില്ലി ഗാർലിക് സോസാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ. നിങ്ങളിൽ അതില്ല എന്നുണ്ടെങ്കിൽ ചില്ലി സോസ് ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും. എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വിനീഗർ കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതൊരു ഗ്രേവി ടെക്സ്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ആ വെള്ളം നന്നായിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/2 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലേക്കും അതിൻ്റെ ലുക്കും അതുപോലെ തന്നെ ടേസ്റ്റും ചേഞ്ച് ആവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അധികം ഗ്രേവി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ ചൂടുവെള്ളം ഒഴിക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ കൂടുതൽ ഗ്രേവി വേണ്ടവർക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതുപോലെ 1 മീഡിയം സൈസ്ഡ് സവോള ക്യൂബ് സൈസിൽ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ ക്യൂബ് സൈസിൽ കട്ട് ചെയ്തത് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം മുട്ടയുടെ പുറത്തുള്ള കോട്ടിംഗ് ഒന്നും പൊട്ടി പോവാതെ ശ്രദ്ധിച്ച് നമ്മളത് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മീതെ ചെറുതായി അരിഞ്ഞ സെലറിയും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയനും നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഉപ്പ് അധികം ചേർത്തിട്ടില്ല. സോസിലൊക്കെ ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ലാസ്റ്റ് നേരത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് നേരത്തേക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിടിലൻ ടേസ്റ്റിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള എഗ് മഞ്ചൂരിയൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സായിട്ട് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ ഞങ്ങളെ അറിയിക്കുക. ആരെങ്കിലും നമ്മുടെ ചാനലിൽ ഇപ്പോൾ പുതുതായിട്ട് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് കൂടി പ്രസ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വ്യത്യസ്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്